ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് ഇത് കഴുകിയെടുക്കുക. മീൻകാരെടുത്തുനിന്ന് തന്നെ വൃത്തിയാക്കി വാങ്ങിച്ചാൽ നമ്മുടെ ജോലിഭാരം കുറഞ്ഞു കിട്ടുന്നതാണ്. നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ചെമ്മീന് പച്ച തേങ്ങ അരച്ച ചെമ്മീൻ കറിക്കുള്ള മസാലകളാണ്. ഒരു കഷ്ണം ഇഞ്ചി, 1-2 പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1-2 കറിവേപ്പിലും കിട്ടിയ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വരും. തേങ്ങ നമുക്കിനി അരപ്പ് റെഡിയാക്കാം. ചെമ്മീനിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ: തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇത് കുടംപുളി. തെക്കോട്ട് ഇതിന് കുടംപുളി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാം കൂടി നമുക്ക് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഞാൻ ആക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ നല്ലോണം ഒന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പച്ചമണം ഒന്ന് മാറട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ജാറ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് കുറുകിയിരിക്കരുത് കറി. ഇത് ചട്ടിയിൽ തന്നെ ഇരുന്ന് അത് കുറുകുന്നതായിരിക്കും. ഇതിപ്പോൾ അളവ് കറക്റ്റാണ്. നമുക്കിത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. ചട്ടി വെച്ച് നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്. എന്നാലും നാടൻ കറിയാകുമ്പോൾ പച്ച വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിടുന്നതാണ് ടേസ്റ്റ്. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാണ്. ഞാനിപ്പോൾ കടുവും ചെറിയുള്ളിയും കൂടെ ആണ് വറുത്തിടാൻ പോകുന്നത്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വട്ടത്തിൽ അരിയണ ഉള്ളി അത് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളി കടുകും കൂടെ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റിയായ ചെമ്മീൻ കറിയിലേക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഈ ചൂടായി ചീനിച്ചെണ്ണിലേക്ക് ഇങ്ങനെ ചില കറി ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ വളരെ നല്ല ടേസ്റ്റാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അടച്ചു വെക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ഇടാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരധികം ബൈ.